ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫറോക്ക് പുറ്റേക്കാട്ട് പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായി. തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ഏപ്രിൽ 20-ന് സമർപ്പിക്കും. ചിരപുരാതനമായ പുറ്റേക്കാട്ട് പള്ളിത്തറ ക്ഷേത്രവും പരിസരവും ക്ഷേത്ര മഹിമ നിലനിർത്തിയാണ് തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചത്. കവാടം, ഓപ്പൺ സ്റ്റേജ്, ചുറ്റുമതിൽ, കല്ലുപാകിയ നടപ്പാത, ഇരിപ്പിടങ്ങൾ എന്നിവയാണ് ഒരുക്കിയത്. ക്ഷേത്രത്തിലെ നവീകരണം പൂർത്തിയാക്കിയ പദ്ധതി ഏപ്രിൽ 20-ന് മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്യും. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, ഡാൻസ് ലവേഴ്സ് ഫറോക്ക് അവതരിപ്പിക്കുന്ന ഗോത്രനൃത്തം, സിനി ആർട്ടിസ്റ്റ് സ്വാസിക സുമന്ത് ഒരുക്കുന്ന ക്ലാസിക്കൽ ഡാൻസ്, ഗാനമേള എന്നിവയും അരങ്ങേറും. മനോഹരമായ കവാടമാണ് ഏറ്റവും ആകർഷകം. ഗ്രീൻ റൂം, സൗകര്യത്തോടു കൂടിയ വലിയ ഓപ്പൺ സ്റ്റേജും സജ്ജമായി. ക്ഷേത്ര ഭൂമിയുടെ മുൻവശം പൂർണ്ണമായി ചുറ്റുമതിൽ നിർമ്മിച്ചു. വെളിച്ച വിധാനത്തോടു കൂടിയ മതിലാണ് നിർമ്മിച്ചത്. ക്ഷേത്രത്തിനുള്ളിലേക്കുള്ള നടപ്പന്തൽ കല്ലുപാകി മനോഹരമാക്കി. ക്ഷേത്രവളപ്പിലെ ആൽമരങ്ങൾ ചുറ്റും കല്ലുപാകി ഇരിപ്പിടങ്ങൾ ഒരുക്കി. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി രക്ഷാധികാരികളായ അത്തിക്കോട്ട് വേലായുധൻ, കണ്ണാമ്പുറത്ത് നാരായണൻ, പ്രസിഡന്റ് ഓർക്കുഴി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് തെക്കേടൻ വാസു, സെക്രട്ടറി മാട്ടുപുറത്ത് വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കേരള UAE കപ്പൽ സർവീസിന് ബജറ്റിൽ 15 കോടി രൂപ വകയിരുത്തിയതായി ധനമന്ത്രി